ഇത് മതി അല്ല ഇത് മതി അല്ലേ അളിയ ഇത് മറ്റേനെക്കാട്ട് വേഴ്സ് കളിയാ അളിയത് എന്താളിയാ ചോദിക്കാണോ നമ്മള് അളിയ തല മുട്ട അളിയ തല ചന്ദ്ര മുടി വെച്ചില്ല അളിയ അല്ലെ മുടി വെക്കാൻ പറ്റൂല ഈ വൈ നോക്കി കഴിഞ്ഞാ ഇല്ല 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 ഇല്ലേ എന്തിനാ വേണ്ട വാ ഹെലികോപ്റ്റർ കിട്ടിയാ ഇതെന്താ ഇവിടെ ഇവിടെ നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ട് കിടക്കണകത്ത് അപ്പുറത്തോട്ട് പീടിയുണ്ടോ ഇവിടെ പീടിയുണ്ടോ ഇതെന്താ ആടെ നമ്മളെ വിളിക്കണേ അളിയ ചന്ദ്ര ഇവിടെ ആരും മധു ഇത് മധു എടാ എന്റെ പേര് മധു എന്നാണ് മധു സാർ എന്നാണ് നീ എന്നെ വിളിക്കാം മധു സാർ ആണോ എന്റെ പേര് കുട്ടാപ്പി കുട്ടാപ്പി വേണ്ട അല്ലെ എന്റെ പേര് സ്പൈഡർമാൻ ചന്ദ്ര എന്റെ പേര് സ്പൈഡർമാൻ അല്ല നിന്റെ പേര് സ്പൈഡർമാൻ ഹലോ ഇവിടുത്തെ ഓഫീസറാണോ സ്പൈഡർമാൻ ഇപ്പൊ വരും ഓക്കെ ഹലോ പറഞ്ഞു എന്താ ബ്രോ എന്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് വന്നത് ബ്രോ ഞങ്ങൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആണ് ഇത് പോലീസ് സ്റ്റേഷനാണ് പേര് മാറ്റുന്ന സ്ഥലമല്ല ബ്രോ ഇത് ഗസറ്റ് ഓഫീസർ അല്ല കേട്ടോ മധു എന്റെ പേരാ എന്റെ കുട്ടീന്ന് വിളിച്ചാൽ മതി മധുവും കുട്ടിയും വന്നേ ഒരു അർജന്റ് ഉണ്ട് മധുവും കുട്ടിയും അതെ അളിയ എന്റെ പേര് ഡെഡ് പൂള് സാറും മൂന്നായിട്ട് വിളിച്ചോ പറഞ്ഞല്ലോ ഹലോ എക്സ്ക്യൂസ് മീ സാർ ഹലോ നിന്റെ ഹലോ സാർ കേൾക്കാവോ കേക്കാം സാർ ഞങ്ങൾ ഈ പീഡിയുടെ പെയിന്റ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ ആൾക്കാരാണ് നിങ്ങളെ കാണാനിരിക്കായിരുന്ന ഓരൊറ്റ സ്ഥലത്തും നേരെ പെയിന്റ് അടിച്ചിട്ടില്ല ഹലോ സാർ ബോൾട്ടും നെറ്റും എല്ലാം പുറത്ത് കാണുന്നത് ഇങ്ങോട്ടേ കാണിച്ചു തരാം ഇങ്ങോട്ടേ എല്ലാം ഇങ്ങോട്ടാ ഒരു പണി ചെയ്യുമ്പോഴത്തേക്ക് നീറ്റായിട്ട് ചെയ്തുകൂടെ എന്തുവാണ് തറച്ചു വെച്ചേക്കുന്ന കുരിശില് സാറേ എല്ലാം ശരിയാക്കി തരാം സാറേ എല്ലാം ശരിയാക്കി തരാം സാർ എന്ന് സാർ എല്ലാം ശരിയാക്കി സാറേ ഇത് ചെറിയ സാറേ ഇത് പുട്ടിയുടെ പ്രശ്നമാണ് ഞങ്ങളുടെ പ്രശ്നമല്ല പെയിന്റിന്റെ പ്രശ്നമല്ല സാർ ഒരു കാര്യം ചോക്കട്ടെ പുട്ടി അടിച്ചിട്ടാണ് പെയിന്റ് അടിക്കണം പുട്ടി കറക്റ്റ് ആണോ നിങ്ങൾ നോക്കിയോ സാർ ഇത് പുട്ടിയുടെ പ്രശ്നമാണ് ഞങ്ങൾ ശരിയാക്കി ഉടനെ സാർ 2 ദിവസം ഞങ്ങൾ വന്ന് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പറഞ്ഞോളൂ
സാറേ നിങ്ങളുടെ ഈ പി ഡി ഫുള്ള് ഏഷ്യൻ പെയിന്റ്സിന്റെ പെയിന്റ് കൊണ്ടാണ് നിങ്ങൾ അടിച്ചതെന്ന് Okay. നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ. ആഹാ. സോ ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾ ബ്രാൻഡിൽ നിന്ന് വരുവാണ്, അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വരുവാണ്. സോ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഇത് നിങ്ങൾ പി ഡിയിൽ ഒരു 5 ഓഫീസേഴ്സിന് ഞങ്ങൾക്ക് സിറ്റി ഫുൾ ഒരു ചെറിയ ഒരു പാക്കേജ് തരാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, എന്താ പാക്കേജ്? സാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ, അതൊരു വലിയ പാക്കേജാണ്. ബൈ ദ ബൈ യുവർ നെയിംസ്? എൻ്റെ പേര് സ്പൈഡർമാൻ. ഇത് വന്ന് ബാറ്റ്മാൻ ആണോ? Deadpool. വിഷ്ണു ഡെഡ്പൂൾ. അത് വന്ന് നീലി. നീലി. ഹലോ ആ, പറഞ്ഞോളൂ. കറണ്ടും പോയി നിങ്ങൾ വന്നപ്പോൾ. അടിപൊളി. സാർ നല്ല ഐശ്വര്യം. സാർ ഞങ്ങൾ സിറ്റി ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടിക്കറ്റ് ആണ് വിത്ത് പ്രീമിയം. ഞങ്ങളുടെ പ്രീമിയം ഫ്ലൈറ്റിൽ ഈ സിറ്റി ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ആയിട്ട് തരാൻ പോണേ. എത്ര പീടിക്ക്? സാർ ഒരു 5 പി ഡി ഓഫീസേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തേക്കണത്. പക്ഷെ ചെറിയൊരു തുച്ഛമായ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വരും സാർ. ഓക്കെ ഓക്കെ. സാർ, ആ തുച്ഛമായ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബാക്കി എല്ലാ എക്സ്പെൻസും നമ്മുടെ കമ്പനി നോക്കിക്കോളും സാർ. ഓക്കെ, എത്രയാണ് തുച്ഛമായ ഫ്ലൈറ്റ് ടിക്കറ്റ്? അതിന് മുന്നേ ആയിട്ട് തുച്ഛമായ ഫ്ലൈറ്റ് ടിക്കറ്റ് പറയാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ സാർ ഒരു 50 lakhs. 50 lakhs. എനിക്ക് ഇതിന്റെ ബ്രൗഷർ ഒന്ന് കിട്ടണമായിരുന്നു ആക്ച്വലി. No, നിങ്ങളുടെ പ്ലാൻസിൽ എന്തൊക്കെയാ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പൊ നിങ്ങളുടെ വാക്കാല് പറഞ്ഞതല്ലേ ഉള്ളൂ. നീലി. നമുക്ക് നീലി, പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ്. ബ്രൗഷർ കാറിലാണ്. നമുക്ക് നാളെ പ്രൊവൈഡ് ചെയ്താൽ മതിയോ അത്? നാളെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഫണ്ട് ഞാൻ നാളെ പ്രൊവൈഡ് ചെയ്തേക്കാം. നോ ഇഷ്യൂസ്. സർ, നമുക്കത് നാളെ പ്രൊവൈഡ് ആ, മാഡത്തിന്റെ പേര്? ഞാൻ ബ്രൗഷർ എടുത്തിട്ടില്ല. നീലി. ഓക്കെ. ആക്ച്വലി സാർ ഓക്കെ. നമുക്ക് വേറൊന്നുമല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ പി ഡിയോട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലേ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എത്ര പി ഡിയോ, കാരണം എൻ്റെ ഹയർ ഓഫീസർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കതൊരു പ്രോപ്പർ ആയിട്ടൊരു ആൻസർ എനിക്ക് കൊടുക്കണ്ടേ. സാർ ആക്ച്വലി ഞങ്ങളുടെ സർവീസിലുള്ള ആൾക്കാർ രാവിലെ ഒന്ന് നിങ്ങളെ പിക്ക് ചെയ്യും ഒരു 7:30. ഓക്കെ. ആൻഡ് നിങ്ങൾ നേരെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോകും. നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ബാർ, ചെറിയ ലക്ഷറി ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിനേ ചെയ്യാം. ബിക്കോസ് ഇത് ഓൺലി ഫോർ പ്രീമിയം കസ്റ്റമേഴ്സ് ഓഫ് അവർ ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രീമിയം. ഇത് എത്ര പേർക്കാണ്? എനിക്ക് മാത്രമായിട്ട്? സാർ 5 5 പേർ. ഈ 5 പേർ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ലീവ് ഇറ്റ്. ഓക്കെ, അതായത് 5 ഓഫീസേഴ്സ്, ഐ മീൻസ് 5 പേഴ്സൺസിന്. അത് ഓഫീസർ ആയാലും എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അങ്ങനെ ഇല്ല. നോ ഇഷ്യൂസ്. ഇല്ല. ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യാം സർ. സർ, ഓഫീസേഴ്സ് ആയാൽ നല്ലതായിരുന്നു സാർ. എന്ന് വെച്ചാൽ നിങ്ങളുടെ പീഡിക്ക് പെയിന്റടിച്ചപ്പോഴാണല്ലോ ഇത് കിട്ടിയത്. ഇത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയ സന്തോഷമാണ് സാർ. അതെ, ഓഫീസേഴ്സിനായിരിക്കും. ഈ 5 ഓഫീസേഴ്സിനെയും കൂടെ ചേർത്താണോ? ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രൗഷർ, അതുപോലെ നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ളത് മീൻസ് 50 lakhs തരുമ്പോഴുള്ള അതിന്റെ റെസിപ്റ്റും എനിക്ക് വേണം. കാരണം ഇത് രണ്ടും പി ഡി ഫണ്ടിൽ നിന്നാണ് തരുന്നത്. ആക്ച്വലി 50 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാങ്ങിച്ച് വെക്കുന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. കാരണം എന്തായാലും പി ഡി ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് സർപ്രൈസ് കൂടെ ഉണ്ട് സാർ. ഹലോ, ഈ നമ്മൾ 50 lakh വാങ്ങിക്കത്തില്ലേ, ആ 50 lakh നിങ്ങൾക്ക് വരുമ്പോ ഞങ്ങളത് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. 50 lakh. ഓക്കെ, എന്നാ പിന്നെ വാങ്ങിക്കാതിരുന്നൂടെ? ഇല്ല സാറേ, ഇത് ആക്ച്വലി ഇതൊരു പ്രോട്ടോകോൾ ആണല്ലോ. ഇല്ല, ഇതൊക്കെ ഒരു പ്രോട്ടോകോൾ ആണല്ലോ. അപ്പൊ അത് അതിന്റേതായ രീതിയിൽ നടക്കണം. നമ്മളൊരു ഫണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോ പ്രൊവൈഡ് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യണം ഇത്രയും എമൗണ്ട്. സാർ, അത് മനസ്സിലായി സാർ. നമുക്കപ്പോ നാളെ ബ്രൗഷർ കൊണ്ടുവരാം. എന്തൊക്കെയാണ് നിങ്ങളിപ്പോ പറഞ്ഞത്? ലക്ഷറി ഫ്ലൈറ്റ് വിത്ത് 1 day ഫുൾ ട്രിപ്പ് അല്ലേ? ലക്ഷറി ഫ്ലൈറ്റിലായിരിക്കും ഫുൾ ട്രിപ്പ് അല്ലേ? നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ഓഫീസേഴ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങളെ ഇനി അക്കോമഡേഷൻ സംതിങ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഒരു ഔട്ട്ഡോർ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് കായപ്പറക്കിൽ ഒരു സ്റ്റേ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
കായപ്പറിക്ക ഷേക്കിന്റെ പ്രൈവറ്റ് ഐലൻഡ് അതെ, അല്ലേ അതെ. അതിനകത്ത് നിങ്ങൾക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ 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 അയ്യോ, അങ്ങനെ അപ്പൊ ഓക്കെ നമ്മള് ആണെങ്കിൽ collab നമുക്കതൊക്കെ ആണ് ഇൻക്ലൂഡ് sir. ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യെസ് ഓക്കെ ഓക്കെ Yeah. ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. Yeah. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഇത് ഈസി ആകും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി. താങ്ക് യു. Then you are പേര് മറന്നുപോയല്ലോ. നീലി നീലി and this one Deadpool. why you named Deadpool? എന്തുപറ്റി അങ്ങനെ ഒരു പേര് Deadpool? ചുമ്മാ ഫാദറിന്റെ ഓരോരോ ആഗ്രഹങ്ങള്. ഈസ് എ മാർവൽ ഫാൻ. ഓക്കെ അപ്പൊ മറ്റേത് തങ്ങളുടെ ബ്രദറോ വല്ലതാണോ സ്പൈഡർമാൻ? സ്പൈഡർമാൻ ഓൾസോ മൈ കസിൻ. ഓക്കെ അപ്പൊ ഹിസ് ഫാദർ സെയിം ലൈക്ക് മാർവൽ ഫാൻ. ഓക്കെ അപ്പൊ ഈ നീലി ആക്ച്വലി ഞാൻ അസിസ്റ്റന്റ് ആണ് സർ. ഓക്കെ നിങ്ങളുടെ ഫാമിലി ആയിട്ടൊരു ബന്ധമില്ല? She is that Negan's sister. ആരുടെ സിസ്റ്റർ? I mean Spider-Man's sister. No, Spider-Man's. I mean നീ എന്ന് പറഞ്ഞ നീ I mean yes, Spider-Man. Okay. Okay. ഓക്കെ അപ്പൊ നമുക്ക് നാളെ Yes. ബ്രൗഷറുമായിട്ട് Yeah. ഓക്കെ Yeah. ഏത് ടൈമിലാണ് നിങ്ങൾ വരിക? ആക്ച്വലി ഏത് ടൈമിലായിരിക്കും വരിക? 8 p.m. sir. ഓക്കെ ഫൈൻ. Okay. ഓക്കെ താങ്ക് യു. Yeah. Come on, Neely. You have my number? You can call me on 100, okay? Okay. Sure. Okay, thank you. ഒന്നും പറയണ്ടായിരുന്നു. assistant ആണെന്ന് പറഞ്ഞങ്ങ് എല്ലാം സെറ്റില്ലല്ലേ? Oh, set ആയി. ഇല്ല. അതൊക്കെ ഈ പരച്ചെന്ന സാധനമല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റിക്കാൻ പറ്റും. പിന്നെ നീ നാളെ നോക്കിയോ ഈ ബ്രൗഷർ എങ്ങോട്ടാണ് പോണത്, അവിടെ ഉള്ളവരുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം ചോദിക്കും. നോക്കിയോ സ്കൂള് തുടങ്ങിയതിന്റെ കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. 50 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞറിയോ? എടാ നീ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് 50 ലക്ഷം രൂപ തരാൻ ഒരു മടിയായിരിക്കും അലീന. എടാ ഇതാവുമ്പത്തേക്കുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് ഓർത്ത് ഇത് നമുക്ക് തരും. പിന്നെ എന്തിനാണ് നമ്മൾ 50 ലക്ഷം വാങ്ങിക്കാൻ അവരെ അതങ്ങ് ആദ്യമേ വാങ്ങിക്കാണ്ടിരുന്നാ പോരെ? അല്ല ഇതൊക്കെ ഒരു പ്രോട്ടോകോൾ അല്ല 50 ലക്ഷം ഒക്കെ പോട്ട്. ഞാൻ അറിയാണ്ട് നീകൻ എന്നിങ്ങനെ പറഞ്ഞ നീകൻ അറിയാതെ നീകൻ എന്നിങ്ങനെ പേരിങ്ങനെ വായി വന്നായിരുന്നേ. നിനക്കൊന്നും അറിയത്തില്ല എന്നെ പറ്റി, അതൊന്നും കുഴപ്പമില്ല. നീ മാത്രമേ ഉള്ളൂ സിറ്റിയില്. പിന്നെ ആ കെണ്ടാച്ചി പേരുള്ള നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, മനസ്സിലായാ? ഞാനേ അല്ലെ ഇനി നാളെ ചെയ്താലേ ഇത് ഞാൻ കുറച്ച് റിസ്ക് ഉള്ള ഐഡിയ. അളിയനെ പോലത്തെ റിസ്ക് ഇല്ലാത്ത ഐഡിയ അല്ല. അതിപ്പോ ചെയ്യാൻ പറ്റൂല. എന്റെ ഐഡിയ ചെയ്യണമെങ്കിൽ കുറച്ച് ചങ്കുറപ്പ് വേണം, മനസ്സിലായില്ലേ? ആട്ടിന്റെ ചോര കുടിക്കണം, ആട്ടിൻ ചോര. ഗ്യാങ്ങോട്ടൊരു കളിയാ. ഞാൻ നാളെ ഫുള്ള് പ്ലാൻ. No, some plans. Yes. ഭർത്താവേ നാളെ നല്ല രീതിയിൽ പ്ലാൻ ഉണ്ടാക്കി ഒരു ബ്രൗസർ സെറ്റ് ചെയ്ത് ഞാൻ നാളെ ബ്ലൂ പ്രിന്റ് വരെ വരച്ചോണ്ട് വരാം. നമുക്ക് ഒന്നുകൂടെ പ്ലാൻ ചെയ്താലേ? അല്ലെ ഞാൻ ഇന്ന് കുറച്ച് ഭയങ്കര ഇതാണ്, പക്ഷേ എന്റെ തലയിലൊന്നും വരുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നത്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ 50 നമ്മള് കൊടുക്കുന്നതിന് ഒരു റെസിപ്റ്റ് വേണമെന്നും പറഞ്ഞു, അത് നമ്മള് സെറ്റ് ആക്കി വെക്കണം. നമ്മുടെ പ്ലാൻ എന്തായിരുന്നു ആക്ച്വലി? പ്ലാൻ പറഞ്ഞാല് സ്റ്റോപ്പ് ചെയ്തേ, ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ നാളെ ഈ സിറ്റിയിൽ നമ്മൾ 3 പേര് വരുന്നു. നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 3 പേര് കണ്ടുമുട്ടും. സെക്കൻഡ് പ്ലാൻ. വാവ് സൂപ്പർ. നെക്സ്റ്റ് പോടാർന്നു അവന്റെ
കാര്യത്തിലോട്ടോ അതെ ആ അളിയാ, ആദ്യം നമ്മളെ സിറ്റി നമ്മൾ വരുന്നു. സിറ്റിയിൽ വരുന്നു, നമ്മളിവിടെ കണ്ടുമുട്ടുന്നു. നമ്മൾ എന്റെ പോർഷെ എടുത്തിട്ട് നമ്മൾ നേരെ ഇല്ല അത് അതിന് ചെറിയ തിരുത്തണം. നിന്റെ പോർഷൻ എടുക്കുന്നില്ല. ഇല്ല എടുക്കുന്നില്ല. പറ കാര്യം പറ. പറയട്ടെ, പ്ലാൻ നേരത്തെ പറയട്ടെ. കണ്ട പച്ചവണ്ടിയാണോ? അളിയ എന്റെ പോർഷെ ഞാനില്ല. അലീന മിണ്ടല്ല അലീന. നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ പോർഷെ എടുത്തിട്ട് നമ്മൾ നേരെ ഡ്രസ് ഷോപ്പിൽ പോകുന്നു. നമ്മളൊരു കോട്ടും സൂട്ടും എല്ലാം ഇടുന്നു. ഫുൾ ലക്ഷറി ലുക്കിലൊക്കെ ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ ഡ്രസ് ഷോപ്പിൽ നിന്ന് നേരെ എയർപോർട്ടിൽ പോകുന്നു. അവിടെ നിന്ന് അളിയന്റെ ഫ്രണ്ടിനെ വിളിച്ച് നമ്മൾ പ്ലെയിൻ വാടക എടുക്കുന്നു. എന്നിട്ട് പ്ലെയിൻ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും മുതുകിലേക്ക് വരുന്നു. ചന്ദ്ര അതെന്തിനാ ചോദിക്ക്? എന്തിനാ? എന്റെ പോർഷെ പാർക്ക് ചെയ്യണ്ടേ? എന്നിട്ട് എന്റെ പോർഷെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അളിയന്റെ ഒരു നല്ല വണ്ടി എടുത്തിട്ട് നേരെ ആദ്യം എന്റെ വണ്ടി പൊക്കൂടെ? കാണാൻ പോകുന്നു. ഭരതൻ സാറിനെ അല്ല അതിനെക്കാട്ടിലും നേരെ എന്റെ വണ്ടി എടുത്ത് പോയാ പോരെ? എന്റെ വണ്ടി പുതിയ വണ്ടിയല്ലേ, എനിക്കൊന്ന് ഓടിക്കണ്ടേ? എന്നിട്ട് ഭരതൻ സാറിനെ കാണാൻ പോകുന്നു. എന്നിട്ട് ഭരതൻ സാറിനെ കണ്ട് നമ്മൾ മറ്റേ എന്താണ് അലീന, മറ്റേ പേപ്പറാ ബ്രൗസറൊക്കെ കാണിച്ച് പുള്ളിനെ കൺവിൻസ് ചെയ്യുന്നു. ബാക്കിയുള്ള 4 പോലീസുകാരെയും കൺവിൻസ് ചെയ്യുന്നു. അതിനു മുന്നേ അവരോട് അഡ്വാൻസ് പ്ലെയിനിൽ എണ്ണ എന്ന് പറഞ്ഞ് നമ്മൾ ആ 4 പേരുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം വാങ്ങിക്കുന്നു. നമ്മൾ അവിടെ മുങ്ങുന്നു. എങ്ങനെയുണ്ട് ചന്ദ്ര? നമ്മൾ 50 ലക്ഷം വാങ്ങിക്കുന്നു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് പുറത്തേക്ക്, സാർ ഒരു കോള് വരുന്നു പറഞ്ഞ് നൈസായിട്ട് പുറത്തേക്ക് പോണു. നമ്മൾ അളിയന്റെ കാറിൽ കയറുന്നു. നേരെ നമ്മുടെ ഗ്യാങ് ഹൗസിലേക്ക്. എന്നിട്ട് അവിടെ വന്നിട്ട് നമ്മള് പൈസ ചേരുന്നു. അളിയാ 50-50 ആണേ. 50-50. ഇത് ഫുള്ള് പ്ലാൻ ചെയ്ത് ഞാനാ. അലീനക്ക് ഒരു 10% തരാം. 10% കറക്റ്റ് ആയിട്ട് ഇല്ല പമ്പിലോട്ട് പോയി 10% തരാവേ. 10%. നമ്മൾ ഈ പ്ലെയിൻ തന്നെ ഒരു 50 രൂപ കൊടുക്കേണ്ടിരുന്നാ തോന്നണേ. പ്ലെയിന് പൈസ കൊടുക്കണോ? പിന്നെ നിന്റെ അച്ഛനല്ലേ പറഞ്ഞ പ്ലെയിന്? നാച്ചുറൽ പയ്യൻ തോന്നുന്നു. മിണ്ടല്ലേ നമ്മളാന്ന് അറിയത്തില്ലല്ലോ. മിണ്ടല്ലേ ചന്ദ്ര. മിണ്ടല്ലടാ. അളിയ നമ്മൾ മണ്ടന്മാര്. അളിയ നമ്മള് അലീന നമ്മൾ എന്തിനാ പ്ലെയിൻ വാങ്ങിച്ച എയർപോർട്ടിൽ ഇട്ടത് ഫസ്റ്റ്? അളിയ അന്നൊരു കാര്യം ചെയ്യും. നമ്മള് ഈ 50 ലക്ഷം രൂപ ഷെയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളിപ്പോ ഡ്രസ് മാറിയിരിക്കുമല്ലേ അവൻ. നമ്മളെ 50 ലക്ഷം രൂപ ഷെയർ ഇട്ട് 50-50 ആളിനും ഞാനും കൊടുത്ത് 10% അലിയേക്കും കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ പ്ലെയിനില്ലേ ഇട്ടേക്കണില്ലേ, പ്ലെയിൻ ഇട്ടേക്കണ അവിടെ പോണു. നമ്മൾ എന്തായാലും പ്ലെയിൻ വാങ്ങിച്ചിട്ടല്ലോ. എന്നിട്ട് ആ പ്ലെയിനും കൊണ്ട് ഇവിടെ മുതുക്കിൽ വരുന്നു. എന്നിട്ട് 100 രൂപ കൊടുത്ത് ആൾക്കാരെ പ്ലെയിനിൽ കയറ്റുന്നു. എന്തിനാ? എന്നിട്ട് ബാക്കി കണ്ണാപ്പിയുടെ പ്ലാൻ ഏത്? നമ്മള് നേരെ എവിടെ എന്തിനാ? നമ്മള് നേരെ മറ്റേ കയോപ്പറിക്ക് പോണു. കയ്യോപ്പറിക്ക് പോകുന്നു. ഞാനവിടെ പ്ലെയിൻ ലാൻഡ് ചെയ്യിക്കുന്നു. അപ്പൊ നിങ്ങള് ഒരു 4-5 പേരവിടെ തോക്കായിട്ട് ഇങ്ങനെ നിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നില്ല നിന്റെ പ്ലാന്. നീ എന്നിട്ട് ഈ തളരാതെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അല്ല ശ്രദ്ധിക്കുന്നില്ല ഞാൻ നിന്റെ പ്ലാൻ. സത്യം പറയല്ല, ഇത് ആദ്യമേ ഫെയിൽ ആയത് നിന്റെ. ഇത് ഈ രണ്ടാമതേ ഇത് രണ്ടാമതേ ഇത് ഫെയിൽ ആയി. കാരണം നിന്റെ പ്ലാൻ ഫുള്ള് ഫെയിൽ ആയി. ബ്രൗസർ എന്ന് പറഞ്ഞൊരു സാധനം എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്നുള്ളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആണെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കിടില സിമ്പിൾ ആൻഡ് ഹംബിൾ പ്ലാൻ പറയാം. നമുക്ക് ഒരു പീഡിനെ ബാർഗൈൻ ചെയ്ത് നമുക്ക് മാക്സിമം എത്ര രൂപ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? വീട്ടിൽ അറിയാവോ? 50 lakhs ഒള്ളിയാ? റോബല്ല ഒരു സിവിലിയൻ ഹോസ്റ്റ് ആക്കണല്ല. പീഡി
എത്ര രൂപ വരെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് പീഡിക്ക് തരാൻ പറ്റും? ഒരു പീഡിനെ ഹോസ്റ്റേജ് ஆக்கி எത്ര தர பீடி ஹாஸ்டேஜ் ஆக்கினா கவர்மெண்ட் சைட்லேருந்து மணி தரலன்னு சொல்லுவாங்க, தர மாட்டாங்க, கொஞ்சத்துல மணி தர மாட்டாங்க. ஆனா நம்ம ரொம்ப ப்ரெஸ் செய்யும் போது அவங்களால ஒரு 2 CR வரைக்கும் கொடுக்க முடியும், ஏன்னா பீடி கிட்ட காசு இருக்கும். 2 CR அதுக்கும் மேல தருவாங்க, சொல்ல முடியாது, ஆனா கொடுக்க மாட்டாங்க மேக்ஸிமம். അതിന് മേലെ കിട്ടൂല. ഞാൻ അതാ പറഞ്ഞത്, മാട്ടാങ്ക. ഇവൻ കുറച്ചു മുമ്പ് ഒരു തോക്കുമാക്കി ഒരു 5-6 വരെ കൊണ്ടതില്ലേ, അവന്മാരെ പിടിച്ചോണ്ട് നമുക്ക് പോവാം. ഇത് അവന്മാരെ 5 കോടി ഒരാളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവന്മാരെ പൈസ വാങ്ങിച്ചാൽ അവന്മാരെ വെറുതെ വിടാം. ഏത് നമുക്ക് മാസ്കൊക്കെ വെച്ച് പോവാം. അളിയ എന്തിനാ നേരത്തെ വന്ന ആൾക്കാരല്ല ഇപ്പൊ വന്നെന്ന് പറഞ്ഞാൽ മതി, മനസ്സിലല്ലേ? ഒരാളുടെ 5 കോടി വെച്ച് കിട്ടും ഇല്ലേ? ഒരാളുടെ 5 കോടി എടുക്കാൻ പറ്റില്ലല്ലേ? സോറി അല്ലേ, സോറി. ഒരാളുടെ 50 ലക്ഷം എടുക്കാൻ പറ്റില്ലേ? നമ്മളെ 3 മണിക്കൂർ പ്ലാൻ ചെയ്തേ. അതെ വേണ്ട അളിയാ. നാളെ ഞാൻ കിടിലം പ്ലാൻ ആയിട്ട് ഞാൻ വരും. നാളെ ഞാൻ കിടിലം പ്ലാൻ ആയിട്ട് വരാം. നാളെ കിടിലം പ്ലാൻ ഞാനും ആലോചിക്കാം. GNR வந்து கன் வேணும்னு சொல்றாங்க. GNR എത്ര கன் வேணும்னு சொல்லிருக்காங்க. நான் பேசணும், நீ ஓகே சொன்னா பேசுங்க. ഏത് ഗ്യാങ്? GNR ഫുൾ ഫോം എന്നാ? ஃபுல் ஃபார்ம் ஏதோ சொன்னா, எனக்கு எக்ஸாக்ட்டா தெரியல. ഇത് വിളിക്കാം. എടാ നീക എന്റെ ആളി വണ്ടി എന്ത് വണ്ടി? ഇത് എന്റെ വണ്ടി. ഇത് ഇങ്ങ് വാ. ഗണ്ണൻ റോസസാ? ഈ ഗണ്ണൻ റോസ് എന്നാ? ഇത് ആയത് പെൺപിള്ളേരെ ഗ്യാങ്? അല്ല പെൺപിള്ളേരെ ഗ്യാങ് ആണെന്ന് ചോദിച്ചോ? ഞാൻ വേറെ ചോദിച്ചടി. ഓ നമ്മളൊരു വലിയൊരു റോബറി ചെയ്യാൻ പോവാ. ഒരാള് 50 ലക്ഷം രൂപ വെച്ച് ഇടണം. അപ്പൊ നമ്മളെല്ലാരും ഇട്ട് നിനക്കും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ 50 ലക്ഷം രൂപ ഇടണം. അങ്ങനെയാണെങ്കിൽ നാളെ നിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. നമ്മള് ഇപ്പൊ റെഡി ക്യാഷ് 50 ലക്ഷം തന്നാ നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ പടിയൊന്നുമില്ല നടക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ റോബറി അടിക്കാൻ പോലും നമുക്ക് കാശ് ഉണ്ടാക്കല്ലോ. 50 ലക്ഷം കൊടുക്കുന്ന ഇല്ലേ? വേറെ പരിപാടി ഉണ്ട്. വേറെ പരിപാടി ഉണ്ട്. ഞാൻ സംസാരിക്കണോ? ചന്ദ്ര, ഇതുപോലെ ഒരാളെ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. ஏய் 10 கன்னு வேணுமா? அவங்க வந்து டீல் பேசி நேர்ல வராங்களாம். GNR அவங்க நியூ கேங் 10 கன்னு. எത്ര CR? 10 CR. ஐயோ 7 CR சொல்லிருக்க நீ. 7 CR தானே இப்போ என்கிட்ட ஃபைனலா சொன்னேன். அவன் நேர்ல பேசிக்கோ, அவ்வளவுதான். ഹലോ ചന്ദ്രൻ. ഓ പറ സാറേ. ഹലോ പറ സാറേ. സാറേ കേൾക്കാം, പറ. ചന്ദ്ര, നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ ഈ ബാബു നമ്പൂതിരി പറഞ്ഞത്? ഓ സാറേ, അവൻ തന്നെ. പുള്ളിക്ക് ഒരു അനിയൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ നടപ്പുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചോട്ടു പോയി. പുള്ളിക്ക് അനിയൻ ഉണ്ട് സാറേ. ഉണ്ടോ? ശരി. എന്തൊരു സാറേ? അല്ല, പുള്ളി ഇങ്ങനെ വന്ന ഒരു പരാതിയും കൂടെ തന്നായിരുന്നേ, ചേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞോണ്ട്. അവന്റെ തന്ത ഒരു കള്ളവടിയനായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കുറെ ബന്ധങ്ങൾ ഇതുപോലെ ഉണ്ട്. ഉള്ളതുള്ള പറഞ്ഞല്ലോ. പക്ഷെ അവൻ അങ്ങനെ പറയൂല. അങ്ങേര് ഒരു മെന്റൽ പയ്യനായിരുന്നു. ഇപ്പൊ അങ്ങേര് ഓടി നടന്ന നാട് മൊത്തം പിള്ളേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ബാബുവിന്റെ അനിയൻ തന്നെ. ശരി. അവന്റെ അനിയൻ ആക്കുമല്ലോ ഞാൻ. ചന്ദ്ര, ഞാൻ ഇന്ന് കുറച്ച് കളിയാ. ഞാൻ ഭയങ്കര ഇതാ
അപ്പൊ ഇന്ന് എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഞാനേ നാളെ വന്നിട്ട് പ്ലാൻ അയ്യോ അല്ല അയ്യോ നീ കഷ്ടപ്പെടണ്ട, നീ അധികം കഷ്ടപ്പെടണ്ട അത്രയ്ക്ക്. അല്ല നീ ആ കൊച്ചു ബ്രെയിൻ നോവലോട് കൊടുക്കല്ലേ. ഞാൻ നാളെ എന്തായാലും ചന്ദ്ര 10 വേണമെന്ന് പറഞ്ഞവര്. ആർക്ക്? CID-ക്കാ? TPA 10 10 AR വേണമെന്ന് പറഞ്ഞു. എത്ര കോടി പറഞ്ഞു നമ്മള്? 8 പറഞ്ഞേ. 8 കോടിക്ക് ഓക്കെ ആണോ അവര്? റെഡിയാണെന്ന്. ഓക്കെ ഞാൻ എടുത്തു കൊടുക്കട്ടെ? നീ എടുത്ത് ഇപ്പൊ കൊടുക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. ഒരു 5 മിനിറ്റ് സമയം തരാൻ പറയോ? ഓക്കെ. ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറയല്ലേ ഒരിടത്ത്? ഗ്യാങ് ഹൗസിലോട്ട് വരാൻ പറ. ഓക്കെ ഓക്കെ ഓക്കെ. ஓ நீ வேற ஒரு டீலிங் பேசிருக்கியா சந்திரா? TPA AKM April bro, thank you for subscription brother, thank you so much, means a lot. എന്തൊരു ജന്മം എന്തോ ഇത്. ഗ്യാങ്സ് ലോക്കാണല്ലേ. சீக்கிரம் டைம் എടാ വാ അലീന വാ.